എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പറയുന്നത് പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത് ആണ്. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ സോയിലിലെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാം. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി വിത്ത് വിച്ച് വാട്ടർ ക്യാൻ ഫ്ലോ ത്രൂ ദ സോയിൽ. സോയിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് പെർമിയബിലിറ്റി എന്ന് പറയാം. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രസീവ് ലോഡ് കൊടുക്കുമ്പം എത്രത്തോളം ഡിഫോർമേഷൻസ് ആണോ സോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയാം. ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയാം. അടുത്തത് മെയിൻ ആയിട്ടുള്ള സോയിലിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ ജിയോടെക് ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പം ഇൻഡെക്സ് പ്രോപ്പർട്ടീസിന് അത്ര പ്രൈമറി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിക്കാണ്. അതിനുശേഷമാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് യൂഷ്വലി വരിക. ഓക്കെ, നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയോട് കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്ത് പറയുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടൈപ്പ് ഓഫ് സോയിലിന് വെച്ചിട്ടാണ്. അതായത് കോഴ്സ് ഗ്രെയിൻ ആണോ ഫൈൻ ഗ്രെയിൻ ആണോ, നമ്മുടെ സോയിൽ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മെയിനായിട്ട് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഉള്ളത്. ദെൻ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽഡ് ആണ് എങ്കിൽ നമ്മൾ മെയിനായി ചെയ്യുന്ന ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന പാർട്ടിക്കിൾ സൈസ്, റിലേറ്റീവ് ഡെൻസിറ്റി. ഈ 2 ടെസ്റ്റുകളാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഫോർ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ്. ദെൻ ഫൈൻ ഗ്രെയിൻഡ് ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആയിട്ട് കാണിക്കുന്നതാണ് അറ്റർബർ ലിമിറ്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഈ 4 ടെസ്റ്റുകളാണ്. ഇത് പ്രസന്റേഷൻ ഇല്ലേ? ഒരു മിനിറ്റ് കട്ടായി പോയതായിരുന്നു അത്. ഓക്കെ, മെയിനായിട്ട് ഇതാണ് കോഴ്സ് ഗ്രെയിൻഡ് പോയിലും ചെയ്യണ ഗ്രെയിൻഡ് സോയിൽസും, കോഴ്സ് ഗ്രെയിന് പാർട്ടിക്കിൾ സൈസും റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. ഫൈൻ ഗ്രെയിന് അറ്റർബർഗും കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, ഇനി ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ തന്നെ വീണ്ടും നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഇൻഡെക്സ് പ്രോപ്പർട്ടീസിലൂടെ ചെയ്യുക. അതിൽ ആദ്യത്തെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഗ്രെയിൻ. നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിൻ്റെ ഗ്രെയിൻ സൈസ് എങ്ങനെയാണ്, അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇൻഡെക്സ് പ്രോപ്പർട്ടിയിലോ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി. അതിന് നമ്മൾ ചെയ്യുന്ന 2 ടെസ്റ്റുകളാണ്. ഇൻഡെക്സ് പ്രോപ്പർട്ടിയും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയും തമ്മിൽ വ്യത്യാസമാണ്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് 3 പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്. ഈ 3 ബേസിക്കലി നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ആയിട്ട് പറയുക. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് വാട്ടർ ടു ഫ്ലോ ത്രൂ ദ സോയിൽ, സോയിലൂടെ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുക. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫോർമേഷൻ, അതായത് കംപ്രസീവ് ലോഡ് വരുമ്പോൾ സോയിൽ എങ്ങനെയാണോ ഡിഫോം ചെയ്യുന്നത് അതാണ് കംപ്രസിബിലിറ്റി കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ഷിയർ സ്ട്രെങ്ത് ആണ് സോയിലിൻ്റെ ഷിയർ സ്ട്രെസ് വരുമ്പോൾ എങ്ങനെയാണ് സോയിൽ ബിഹേവ് ചെയ്യുന്നത്, അതിനർത്ഥം സ്ലോപ്പിൽ, ബിയറിംഗ് കപ്പാസിറ്റി, എർത്ത് പ്രഷർ, അതിനൊക്കെയുള്ള എക്സാമ്പിളാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത്തിലൂടെയാണ് ചെയ്യുന്നത്. ഇതാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് സോയിലിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ഇൻ അഡീഷൻ ടു എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ ചെയ്യുന്ന അഡീഷണൽ ടെസ്റ്റുകളും കാര്യങ്ങളുമാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിലൂടെ പറയുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമ്മൾ ചില സമയത്ത് ചില ടൈമിൽ മാത്രമാണ് നമ്മൾ യൂഷ്വലി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ചെയ്യാറുള്ളൂ. ബേസിക്കലി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കൊണ്ട് നമ്മൾ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ സോയിൽ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റുകളാണ് യൂഷ്വലി അതിൽ കണ്ടക്ട് ചെയ്യുക. ദെൻ 2 കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെയാണ് ഗ്രെയിൻ സൈസ്. നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിൽ ഓരോ ഇൻഡിവിജ്വൽ ഗ്രെയിൻ സൈസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് സോയിൽ ഫോം ചെയ്തത്, ഇൻഡിപെൻഡൻറ്റ് സോയിൽ ഫോർമേഷൻസ് ആണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗ്രെയിൻസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ ചെയ്യുക. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ്. ഒന്ന് പാർട്ടിക്കിൾ സൈസ്, ഒന്ന് ഗ്രെയിൻ ഷേപ്പ്. ഓക്കെ, പാർട്ടിക്കിൾ സൈസും ഗ്രെയിൻ ഷേപ്പുമാണ് സോയിൽ ഗ്രെയിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡെക്സ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് മാസ്, സോയിൽ മാസിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ്, അതായത് സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്തത്, സോയിലെ സ്ട്രെസ് ഹിസ്റ്ററി എങ്ങനെയാണ് പ്രീവിയസ്ലി, അല്ലെങ്കിൽ പ്രീവിയസ്ലി സോയിലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ മാസ് എന്ന് പറയാം. അത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടെസ്റ്റ് വഴിയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി ബേസിക്കലി നമ്മൾ ഈ ഒരു സോയിൽ മാസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി അഗ്രിഗേറ്റ്സിനാണ്. ഇങ്ങനെയാണ് ബേസിക്കായി നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു സോയിൽ ഗ്രെയിൻ ചെയ്യുന്ന 2 ടെസ്റ്റുകളാണ്, അതിൽ 2 മെത്തേഡ്സ് ആണ് പാർട്ടിക്കിൾ സൈസും ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. അതിൽ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ്, എന്താണ് ഷേപ്പ്,
അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി ഗ്രെയിൻ സൈസ് പറയാം. അതിലെയാണ് ഗ്രെയിൻ ഷേപ്പ് എന്ന് പറയും. നമുക്ക് ഈ പറഞ്ഞ 5 ടൈപ്പ് ഗ്രെയിൻ സൈസുകളാണ് യൂഷ്വലി കാണാറുള്ളത്. ഫസ്റ്റ് വൺ ആണ് ബൾക്കി ഗ്രെയിൻസ്. ബൾക്കി ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും തിക്നെസ്സും ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ലെങ്ത് ഉണ്ടാവും, വിഡ്ത്തും തിക്നെസ്സും നമ്മളൊരു സോയിൽ പാർട്ടിക്കിൾ എടുത്താൽ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എടുത്താൽ, ഗ്രാവൽ സൈസിനാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് വലിയ സൈസ് ലെങ്ത്തും വിഡ്ത്തും തിക്നെസ്സും ഉള്ള സാധനമായിരിക്കും ബൾക്കി എന്ന് പറയാം. യൂഷ്വലി റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താണ് ബൾക്കി ഗ്രെയിൻസ് ഫോം ചെയ്യുക. എന്നിട്ട് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ വിൻഡോ റിവർ റെയിനോ റിവറോ അങ്ങനെ എങ്ങനെയും ട്രാൻസ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യും, എഡ്ജസ് ഷാർപ്പൻഡ് ആയിട്ടുള്ള എഡ്ജസ് പതുക്കെ തട്ടിത്തെറിഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് വഴി അത് റൗണ്ട് ഷേപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഫ്ലേക്കി ഗ്രെയിൻസ് എന്ന് പറയും. ഫ്ലേക്കി ഗ്രെയിൻസ് എന്ന് പറയുന്നത് 1 dimension ഓഫ് ഗ്രെയിൻ ഈസ് വെരി സ്മോൾ. അതായത് 3 ഡയമെൻഷൻസ് ഉണ്ടല്ലോ, അതിൽ നോക്കുമ്പം ഒരു ഡയമെൻഷൻ വളരെ കുറവായിരിക്കും, നെയിംലി തിക്നെസ്. തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഡയമെൻഷൻ ആയിരിക്കും കമ്പയർഡ് ടു അതർ 2 dimensions. അങ്ങനെയുള്ളതിനാണ് ഫ്ലേക്കി ഗ്രെയിൻസ് എന്ന് പറയുക. എക്സാമ്പിൾ ക്ലേ സോയിൽ. മൂന്നാമത്തെയാണ് നീഡിൽ ഷേപ്ഡ് ഗ്രെയിൻസ്. ഒരു ഡയമെൻഷൻ ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും, അതായത് മറ്റ് 2 സൈസിനേക്കാളും ഒരു സൈസ് വളരെ വലുതായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നീഡിൽ ഷേപ്ഡ് എന്ന് പറയുക. എക്സാമ്പിൾ ക്ലേ മിനറൽ കയോലിനൈറ്റ് എന്ന് പറയും. ഇത്രയാണ് ഷേപ്പ് വെച്ചിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാണ്. നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ചെയ്യാനായിട്ട് ബേസിക്കലി 2 പ്രോപ്പർട്ടീസ് ആണ്. കോഴ്സ് ഗ്രെയിനും ഫൈൻ ഗ്രെയിനും നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം കോഴ്സ് ഗ്രെയിനിൽ ചെയ്യുന്നതും ഫൈൻ ഗ്രെയിനിൽ ചെയ്യുന്ന ഇൻഡെക്സ് പ്രോപ്പർട്ടീസും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണേ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. ഇനി കോഴ്സ് ഗ്രെയിൻ ആണ് എങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ അല്ല, അതെ ഗ്രെയിൻ എന്ത് അത് പറയാം ഏതാണ്. ഇനി ഗ്രെയിൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റുകളാണ് ഇനി പറയുന്നത്. അതായത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു മെയിനായിട്ട് നമ്മൾ കോഴ്സ് ഗ്രെയിനും ഫൈൻ ഗ്രെയിനും ചെയ്യുന്നു എന്ന് പറഞ്ഞു. കോഴ്സ് ഗ്രെയിനിന് ചെയ്യുന്ന ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് പാർട്ടിക്കിൾ സൈസും റിലേറ്റീവ് ഡെൻസിറ്റി. ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിന് ചെയ്യുന്ന ഇൻഡെക്സ് പ്രോപ്പർട്ടി ടെസ്റ്റുകളാണ് അറ്റർബർ ലിമിറ്റും കൺസിസ്റ്റൻസി. ഈ 4 എണ്ണവും പഠിക്കാനുണ്ട്. 4 എണ്ണവും മാറി മാറി എക്സാമിന് പ്രൊസീജിയറും ഇതിൻ്റെ ചെറിയ പ്രോബ്ലംസും ഉണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം പറയുന്നത് എങ്ങനെയാണ് കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിളിന് നമ്മൾ എങ്ങനെയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ചെയ്യുന്നതെന്നാണ്. അതിന് നമ്മൾ ചെയ്യുന്ന ബേസിക് ആയ 2 മെത്തേഡാണ്. ഒന്ന് പാർട്ടിക്കിൾ സൈസും ഒന്ന് റിലേറ്റീവ് ഡെൻസിറ്റി. അതിലാദ്യം നമ്മൾ പറയുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനെയാണ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. മെക്കാനിക്കൽ അനാലിസിസ്, അതായത് നമുക്കൊരു സോയിൽ സാമ്പിൾ തന്നാൽ ആ സോയിലിൽ ഏതൊക്കെ സൈസ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഗ്രെയിൻ സൈസ് അനാലിസിസിലൂടെ ചെയ്യാം. അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷൻസ് ആണ്, ഏത് സൈസിലുള്ള ഫ്രാക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സോയിൽ സാമ്പിളിനകത്തുള്ളത്, ഇതാണ് നമ്മൾ യൂഷ്വലി ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനിലൂടെ കാൽക്കുലേറ്റ് ചെയ്തത്. അതിന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. സീവ് അനാലിസിസ് എന്ന് പറയുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ അനാലിസിസ്. ഈ 2 സ്റ്റേജസിലൂടെയാണ് നമ്മൾ ഈ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. നമ്മൾ ഈ 2 എക്സ്പെരിമെൻറ്റ് ഇതിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഗ്രെയിൻസ് സീവ് ആവാം അല്ലെങ്കിൽ സെഡിമെന്റേഷൻ ആവാം, ഇതിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അക്കോർഡിംഗ് ടു ദ ഗിവൺ സാമ്പിൾ അതിനനുസരിച്ച് നമ്മളത് ഏതെങ്കിലും പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ കിട്ടുന്ന പാർട്ടിക്കിൾ സൈസിൻ്റെ ഓരോ ഫ്രാക്ഷൻസും ഉണ്ട്. ആ ഓരോ ഫ്രാക്ഷൻസും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം ഗ്രാഫ് വരയ്ക്കും അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. ആ ഗ്രാഫിനെയാണ് നമ്മൾ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുക, അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുക. ഈ ഗ്രെയിൻ സൈസ് യൂഷ്വലി നമ്മൾ കർവായിട്ട്, അതായത് ഗ്രാഫിക്കലി ആണ് യൂഷ്വലി റെപ്രസെൻ്റ് ചെയ്യുക. ഇനി 2 സ്റ്റേജസിലൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ആണ് സീവ് അനാലിസിസ്, സെക്കൻഡ് വൺ സെഡിമെന്റേഷൻ അനാലിസിസ്. സീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് 75 മൈക്രോണിൽ കൂടുതലാണ് നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിലെ സൈസുകളെങ്കിൽ,
നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിൽ 75 മൈക്രോണിൽ കൂടുതലുള്ള സോയിൽ പാർട്ടിക്കിൾസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സീവ് അനാലിസിസ് ചെയ്യും. ഇത് യൂഷ്വലി കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസിനാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിൽ ഫൈൻ ഗ്രെയിൻ ആണ്, അതായത് 75 മൈക്രോണിൽ താഴെയുള്ള സോയിൽ സൈസ് പാർട്ടിക്കിൾസ് ആണ് എങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ അനാലിസിസ്. ഈ രണ്ട് ടെസ്റ്റിൽ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞത് ഇച്ചിരി സ്പീഡ് മിസ് ഒന്ന് സ്ലോ ആക്കി പറഞ്ഞിട്ട് ഓക്കെ 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 പിന്നെ അടുത്ത കേസ് എന്ന് പറയുമ്പോ ഈ പറഞ്ഞ കണ്ടീഷനില് ആ. രണ്ട് കണ്ടീഷൻ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ കൊള്ളാമായിരുന്നു. ഒന്ന് ഈ സീവ് അനാലിസിസ് ചെയ്യുന്നതും മറ്റേത് സെഡിമെന്റേഷൻ മെത്തേഡ് ചെയ്യുന്നതും ഏത് സൈസ് സോയിലിനാണെന്ന് ഒന്നുകൂടി ഒന്ന് സ്ലോ ആക്കി പറഞ്ഞ വളരെ ഉപകാരമായിരുന്നു. പറയാം ഓക്കെ. സ്പീഡ് കുറയ്ക്കാം. സീവ് അനാലിസിസും നമ്മൾ ഗ്രെയിൻസ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് രണ്ടെണ്ണമാണ് ചെയ്യുന്നത്, കോഴ്സ് ഗ്രെയിനും ഫൈൻ ഗ്രെയിനും. കോഴ്സ് ഗ്രെയിനും ചെയ്യുന്ന ഇൻഡെക്സ് പ്രോപ്പർട്ടി ടെസ്റ്റുകളാണ് പാർട്ടിക്കിൾ സൈസും റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പം അതാണ് ആദ്യം പറയുന്നത്. ഫൈൻ ഗ്രെയിന് ചെയ്യുന്നത് കൺസിസ്റ്റൻസി ലിമിറ്റും അറ്റർബർ ലിമിറ്റും ആണ് നമ്മൾ ഫൈൻ ഗ്രെയിനിന് ചെയ്യുന്ന ഇൻഡെക്സ് പ്രോപ്പർട്ടി ടെസ്റ്റുകൾ. ഇനി ഇതിൽ ആദ്യത്തെ കോഴ്സ് ഗ്രെയിനിൻ്റെ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിൽ ഏതൊക്കെ ഫ്രാക്ഷൻസ് ഉണ്ട് അത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗ്രാഫിക്കലിയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആ ഗ്രാഫിനെ നമ്മൾ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയും. രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഈ പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ സീവ് അനാലിസിസ് ചെയ്യുക. അതിൽ ആദ്യത്തെ പോർഷൻ സീവ് അനാലിസിസ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ അനാലിസിസ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിൾ വെച്ചിട്ട് നമ്മൾ സീവ് അനാലിസിസ് ആണോ ചെയ്യേണ്ടത്, സെഡിമെന്റേഷൻ ആണോ ചെയ്യേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിലെ സൈസ് വെച്ചിട്ടാണ്. 75 മൈക്രോണിൽ കൂടുതലാണ് നമുക്ക് തന്നിരിക്കുന്ന പാർട്ടിക്കിൾസ് 75 മൈക്രോണിൽ കൂടുതലുള്ള സാമ്പിൾ ആണ് എങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയർ സീവ് അനാലിസിസ് ആണ്. ദെൻ 75 മൈക്രോണിൽ താഴെയാണ് നമുക്ക് തന്നിരിക്കുന്ന സൈസ് എങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് സെഡിമെന്റേഷൻ അനാലിസിസ്. ഓക്കെ, ക്ലിയർ ആയോ? 75 മൈക്രോണിൽ കൂടുതലാണെങ്കിൽ സീവ് അനാലിസിസ്, 75 മൈക്രോണിൽ താഴെയാണെങ്കിൽ സെഡിമെന്റേഷൻ അനാലിസിസ്. ഇപ്പൊ ക്ലിയർ ആയി മിസ്. ആദ്യം ഞങ്ങൾക്ക് ഇത് എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞോളൂ. ആകെ ശരി, സ്ലോ പതുക്കെപ്പം. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സീവ് അനാലിസിസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് സെഡിമെന്റേഷൻ അനാലിസിസ്. ഇതിനകത്ത് പ്രോബ്ലത്തിനേക്കാൾ കൂടുതൽ ഈ മൊഡ്യൂളിൽ തിയറീസ് കുറച്ചുകൂടെ അധികം ഉള്ളൊരു മൊഡ്യൂളാണിത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നത്. ദെൻ ഇനി മെയിൻ പോർഷനിലേക്ക്, ഇതിവിടെ തൊട്ടാണ് മെയിൻ പോർഷനിലേക്ക് വരാം. ആദ്യത്തെയാണ് സീവ് അനാലിസിസ്. സീവ് അനാലിസിസ് ഓൾറെഡി പറഞ്ഞു, 75 മൈക്രോണിൽ കൂടുതലാണ് ഉള്ള സൈസുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന് ചെയ്യുന്ന ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്? സീവ് അനാലിസിസ് എന്ന് പറയുന്നത്. യൂഷ്വലി കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസിലായിരിക്കും സീവ് അനാലിസിസ് ചെയ്യാം. ഈ കോഴ്സ് ഗ്രെയിൻഡ് ഫ്രാക്ഷനെ തന്നെ നമുക്ക് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഗ്രാവൽ ഫ്രാക്ഷൻ, അതായത് 4.75 mm കൂടുതലുള്ള സൈസ്, അതിനെ കോഴ്സ് ഗ്രെയിനിൽ തന്നെ ഗ്രാവൽ ഫ്രാക്ഷൻ എന്ന് പറയും. 75 മൈക്രോണിനും 4.75 mm ഇടയിലാണെങ്കിൽ അതിനെ നമ്മൾ സാൻഡ് ഫ്രാക്ഷൻ എന്ന് പറയും. ഇത് രണ്ടും കൂടെ മൊത്തത്തിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയും കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് കോഴ്സ് ഗ്രെയിൻഡ് എന്ന് കേൾക്കുമ്പം സംശയം വരും, വലിയ കല്ലുകൾക്കാണോ ചെയ്യുന്നത്? വലിയ കല്ലുകളാണ്, പക്ഷെ അതിൽ തന്നെ നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട്. ഒന്ന് ഗ്രാവൽ ഫ്രാക്ഷൻ, അത് ഗ്രേറ്റർ ദാൻ 4.75 mm ആണെങ്കിൽ അതിനെ ഗ്രാവൽ ഫ്രാക്ഷൻ എന്ന് പറയും. ദെൻ 75 മൈക്രോണിനും 4.75 mm ഇടയിലാണെങ്കിൽ നമ്മൾ അതിനെ സാൻഡ് ഫ്രാക്ഷൻ എന്ന് പറയും. ഈ രണ്ട് ഫ്രാക്ഷനും നമ്മൾ എന്ത് ചെയ്യും? സീവ് അനാലിസിസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ദെൻ സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിപ്പയില്ലേ, നമുക്കൊരു സെറ്റ് ഓഫ് സീവ് ഉണ്ട്. ആ സീവിലൂടെ നമുക്ക് തന്നിരിക്കുന്ന സോയിലിനെ പതുക്കെ അരിച്ചരിച്ച് ഓരോ സീവിലും എത്രത്തോളം പെർസെൻറ്റേജ് ആണോ റീറ്റെയിൻ ചെയ്യുന്നത് അത് വെച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് എടുത്തിട്ടാണ് നമ്മൾ
സീവ് അനാലിസിസ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സീവ് എന്ന് പറയുന്ന സാധനം ഫിഗർ കാണിച്ചു തരാം, ഇതുപോലെയാണ്. ഓക്കെ, എന്താന്ന് പറയാൻ താഴേക്ക് വരും. ഈ സീവിനെ നമ്മൾ അറേഞ്ച് ചെയ്യും. ആ സീവിന്റെ സൈസ് എന്ന് പറയുന്നത് സ്ക്വയർ ഓപ്പണിങ്സ് ആണ് ഓരോ സീവിനും ഉള്ളത്. ഓക്കെ, അതിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഓരോ സീവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ആ സ്ക്വയറിന്റെ ആ സീവ് സൈസിന്റെ ഓപ്പണിംഗ് വെച്ചിട്ടാണ്. ഓക്കെ, ആ സ്ക്വയർ ചെറിയ സ്ക്വയർ ആണെന്ന് പറഞ്ഞു, ഒരു സ്ക്വയർ മെഷ് ആണെല്ലാം. ആ സ്ക്വയർ മെഷിന്റെ ഓപ്പണിംഗ്, ആ ഓപ്പണിങ്ങിന്റെ സൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സീവിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പം അത് MM-ലാവാം, MM തൊട്ട് മൈക്രോൺസ് വരെ ഉണ്ടാവും, മില്ലിമീറ്റർ തൊട്ട് മൈക്രോൺസ്. മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ ആണ്, അല്ലെങ്കിൽ 10⁻³ മില്ലിമീറ്റർ ആണ്. അപ്പം ഇത്രയും സൈസിലുള്ള സീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഓരോ സീവിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ soil fraction retained on 4.75 mm sieve, that is gravel fraction, a set of core sieves of size 80 mm, 40 mm, 20 mm, 10 mm, 4.75 mm is required. നമുക്ക് തന്നിരിക്കുന്ന സോയിൽ ഫ്രാക്ഷൻ 4.75 mm റീറ്റെയിൻ ചെയ്യുന്നതാണ് എങ്കിൽ, ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയും? ഗ്രാവൽ ഫ്രാക്ഷൻ എന്നാണ് പറയുക. അങ്ങനെ ഗ്രാവൽ ഫ്രാക്ഷൻ കൂടുതലുള്ള സോയിൽ സാമ്പിൾ ആണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോർ സീവുകളായിരിക്കും. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 80 mm, 40 mm, 20 mm, 10 mm, 4.75 mm. ഇനി നേരെ തിരിച്ച് 4.75 mm സീവിലൂടെ പാസ് ചെയ്ത് പോരുന്ന സോയിൽ സാമ്പിൾ ആണ് നമുക്ക് കൂടുതലുള്ളതെങ്കിൽ, 4.75 mm സീവിലൂടെ പാസ് ചെയ്ത് പോരുന്ന സീവ് ഫ്രാക്ഷൻ ആണ് നമുക്ക് കൂടുതലുള്ളതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സീവിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 mm, 1 mm, 600 മൈക്രോൺ, 425 മൈക്രോൺ, 212 മൈക്രോൺ, 150 മൈക്രോൺ ആൻഡ് 75 മൈക്രോൺ. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. 4.75 mm മുകളിലുള്ള പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ അതിൽ റീറ്റെയിൻ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സീവ് സെറ്റ് വേണം യൂസ് ചെയ്യാൻ. 4.75 mm താഴെ അതിൽ കൂടെ അഴിച്ച് താഴേക്ക് പോകുന്ന പോർഷൻസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഈ സെറ്റ് ഓഫ് സീവ് വേണം യൂസ് ചെയ്യാൻ. ഇതെല്ലാം ഏത് സാമ്പിൾ ആണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഡിക്രീസിങ് ആയിട്ടുള്ള സൈസ് ടോപ്പിലും താഴേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഏറ്റവും അടിയിൽ പാൻ, ഏറ്റവും അടിയിൽ ഒരു പാൻ എന്ന് പറഞ്ഞ് ഒരു കവേർഡ് ലിഡ് ഉണ്ട്, കണ്ടോ? പാൻ ഇതുപോലെ വേണം അറേഞ്ച് ചെയ്യാൻ. അപ്പം ഇതാണ് സീവിന് വേണ്ടി അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീവ് അറേഞ്ച് ചെയ്യുന്ന ഇങ്ങനെയാണ്. 4.75 mm കൂടുതലുള്ളതാണെങ്കിൽ 80 mm, 40 mm, 20, 10, 4.75 കുറഞ്ഞു വന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ഇതിൻ്റെ അടിയിൽ പാൻ ഉണ്ടാവും. ദെൻ അടുത്തത് ഫൈൻ, അതായത് 4.75 താഴെയുള്ള സീവ് ആണെങ്കിൽ ഏറ്റവും മുകളിൽ 2 mm, ദെൻ 1 mm, 600 മൈക്രോൺ, 425 മൈക്രോൺ, 212, 150, 75 പാൻ. എന്നിട്ട് സീവ് ഷേക്കർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്, ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ വയ്ക്കുക. ഈ രണ്ട് സീവും ഇങ്ങനെ തന്നെ, പാൻ അടിയിൽ വരും, ദെൻ സീവ് ഷേക്കർ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുക. മുകളിലൊരു ലിഡ് ഉണ്ട്, അത് നമ്മൾ ക്ലോസ് ചെയ്യും. ദെൻ ഇനി നമുക്ക് സീവ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ആ സീവ് അനാലിസിസ് രണ്ട് രീതിയിൽ ചെയ്യും. ഡ്രൈ സീവ് അനാലിസിസ് എന്ന് പറയും, വെറ്റ് സീവ് അനാലിസിസ് എന്നും പറയും. ഓക്കെ, ഡ്രൈ സീവ് അനാലിസിസ് ആണ് ആദ്യം പറയുന്നത്. ഡ്രൈ സീവ് അനാലിസിസ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് കൊഹെഷൻലെസ് സോയിലിനാണ്. നമ്മൾ യൂഷ്വലി ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഒരു സോയിൽ സാമ്പിൾ തന്നിട്ടുണ്ടോ, എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി സോയിൽ സാമ്പിൾ എടുക്കുക. അതിന് എന്ത് ചെയ്യുക? ഓവൻ ഡ്രൈ ചെയ്യുക. അതായത് വേറെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല, വാട്ടർ കണ്ടന്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കണേ. ഡ്രൈ സീവ് അനാലിസിസ് ചെയ്യുന്ന അതിനാണ്. മ്യൂട്ട് ചെയ്യാമോ ആരാത്?
ഡ്രൈ ഓവൻ ഡ്രൈ കൊഹഷൻ ലെസ് സോയിലാണോ അങ്ങനെ അരിക്കാൻ പറ്റുള്ളൂ? ക്ലേ പാർട്ടിക്കിൾ അരിക്കാൻ പറ്റില്ലല്ലോ. ആ, ക്ലേ പാർട്ടിക്കിൾ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നെക്സ്റ്റ് അറ്റ് കൺസിസ്റ്റൻസി ലിമിറ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സീവ് സൈസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കോഴ്സ് ഗ്രെയിൻസ് ഓയിലിനാണ് ചെയ്യണേ. അതിൽ തന്നെ 2 ഡിവിഷൻ വന്നു. ഒന്ന് 4.75 മുകളിലുള്ള പാർട്ടിക്കിൾസിനും, ഒന്ന് 4.75 തൊട്ട് 75 മൈക്രോൺ വരെയുള്ള പാർട്ടിക്കിളും. ഇത്രയും പാർട്ടിക്കിൾസ് മാത്രമാണ് നമുക്ക് സീവ് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറഞ്ഞ സൈസിൽ, അതായത് 75 മൈക്രോണിന് താഴെയുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയർ. അപ്പം നമുക്ക് വേണ്ട എത്ര സാമ്പിൾ ആണോ ഡ്രൈ സീവ് അനാലിസിസിന്, ആ സാമ്പിൾ അത്ര എടുക്കുക, ഓവൻ ഡ്രൈ ചെയ്യുക. ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4.75 mm സീവിലൂടെ സീവ് ചെയ്യണം. അപ്പം എന്നിട്ട് കിട്ടുന്ന ഫ്രാക്ഷൻ നോക്കുക. കൂടുതൽ 4.75 mm താഴേക്കുള്ളതാണെങ്കിൽ നമ്മൾ ഏത് സെറ്റ് ഓഫ് സീവ് യൂസ് ചെയ്യണം? രണ്ടാമത് പറഞ്ഞ സെറ്റ് യൂസ് ചെയ്യണം. 4.75 mm മുകളിലുള്ള ഫ്രാക്ഷൻസ് ആണ് കൂടുതൽ, അതായത് 4.75 mm കൂടുതൽ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, താഴേക്ക് പോകുന്നത് കുറച്ചേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഏത് സീവ് വേണം? ഫസ്റ്റ് പറഞ്ഞ സീവ് സെറ്റ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള സീവ് നമ്മൾ ചൂസ് ചെയ്യാം. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക? സീവ് 4.75 mm റീറ്റെയിൻ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെറ്റ് ഓഫ് സീവ്സ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, 4.75 mm താഴേക്ക് പോകുന്ന പോർഷൻ ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് പറഞ്ഞ ഈ സെറ്റ് വേണം യൂസ് ചെയ്യാൻ. അപ്പം ഏതാണോ നമുക്ക് വേണ്ട സീവ് അനാലിസിസ് ചെയ്യേണ്ട സീവ് സെറ്റ്, അത് നമ്മൾ ഈ പറഞ്ഞ ഓർഡറിൽ ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ സെറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അതിൻ്റെ മുകളിൽ സാമ്പിൾ, നമുക്ക് ഏത് പോർഷൻ ആണോ കൂടുതൽ കിട്ടിയത് അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഈ 80 mm ആണ്, 4.75 mm കൂടുതലുള്ള പാർട്ടിക്കിളാണ് കിട്ടിയതെങ്കിൽ ഏറ്റവും മുകളിൽ 80 mm സീവി കൊണ്ടുപോയി അത്രയും സാമ്പിൾ ഇടുക. ദെൻ അതല്ല, നേരെ മറിച്ച് 4.75 mm താഴേക്ക് പോകുന്ന പോർഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? 2 mm കൊണ്ടുപോയി ആ സാമ്പിൾ എല്ലാം ഇടുക. എന്നിട്ട് സീവ് ഷേക്കർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ സീവ് ഷേക്കറിൽ നമ്മൾ ഇത് കൊണ്ടുപോയി വയ്ക്കണം. എന്നിട്ട് ഒരു 5 to 10 minutes, ഒരു നിശ്ചിത സമയമുണ്ട്, ആ സമയത്ത് കൊണ്ട് എന്ത് ചെയ്യണം? ഈ മെക്കാനിക്കൽ ഷേക്കർ അല്ലെങ്കിൽ ഈ സേവ് ഷേക്കർ ബൈ മീൻസ് ഓഫ് മെക്കാനിക്കൽ ഇതിനെ നമ്മൾ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നോർമലി 10 minutes ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അതിനുള്ള ടൈമിൽ ഈ പാർട്ടിക്കിൾസ് എല്ലാം ഓരോ സീവിൽ വന്ന് റീറ്റെയിൻ ചെയ്തോളും. അപ്പം 10 minutesോളം ഇങ്ങനെ ഷേക്കറിൽ വൈബ്രേറ്റ് ചെയ്യുക. വൈബ്രേറ്റ് ചെയ്തതിന് ശേഷം അത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഓരോ സീവിലും എത്രത്തോളം സോയിൽ സാമ്പിൾ ആണോ റീറ്റെയിൻ ചെയ്തത് അതിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുക. ക്ലിയർ ആയോ? സീവ് ഷേക്കറിൽ നമ്മൾ കൊണ്ടുപോയി വയ്ക്കുക. അതിനുശേഷം 10 minute കഴിഞ്ഞതിന് ശേഷം ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് നിലനിൽക്കുന്ന വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുക. മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഏത് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഒരു മെത്തേഡാണ് സീവ് അനാലിസിസ് തന്നെ. ഡ്രൈ സീവിന് പകരം നമ്മൾ വെറ്റ് സീവ് അനാലിസിസ് ചെയ്യും. വെറ്റ് സീവ് അനാലിസിസിനുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓവൻ ഡ്രൈ ചെയ്ത സാമ്പിൾ എടുക്കും. ഓക്കെ, ഓവൻ ഡ്രൈ ചെയ്ത സാമ്പിൾ എടുക്കും, എന്നിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യും. ഓക്കെ, കുറച്ച് നേരം വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വയ്ക്കും. സോക്ക് ചെയ്ത് വച്ചതിന് ശേഷമാണ് സ്ലറി, ആ ചെളിയോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? 4.75 mm സീവിലൂടെ ആദ്യം സീവ് ചെയ്യുക. അങ്ങനെ സീവ് ചെയ്യുമ്പം ഒരു ജെറ്റ് ഓഫ് വാട്ടർ നമ്മൾ സ്പ്രേയിൽ എന്ത് ചെയ്യും? വാട്ടർ ഒരു ജെറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും. എന്തെങ്കിലും തടഞ്ഞു നിന്ന് ഇറങ്ങി പോകാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ സീവിലേക്ക് താഴേക്ക് ഇറങ്ങി പോരുകയൊക്കെ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ 4.75 mm കൂടുതലുള്ള സാമ്പിളാണ് സീവ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ കൊണ്ടുപോയി ഓവൻ ഡ്രൈ ചെയ്യും. 4.75 mm താഴേക്ക് പോകുന്ന സാമ്പിളാണ് നമുക്ക് സീവ് ചെയ്യേണ്ടതെങ്കിൽ അത് കൊണ്ടുപോയി ഓവൻ ഡ്രൈ ചെയ്യാൻ വയ്ക്കും. എന്നിട്ട് ഈ ഓവൻ ഡ്രൈ ചെയ്ത സാമ്പിള് നമ്മൾ ഏത് സീവാണോ വേണ്ടേ ആ സെറ്റ് ഓഫ് സീവ്സിൽ അറേഞ്ച് ചെയ്യും. ഈ പറഞ്ഞ പോലെ സീവ് ഷേക്കറിൽ
10 മിനിറ്റ്സ് കണ്ടിന്യൂസ് വൈബ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യും. ഇതാണ് ഡിഫറൻസ്. ഓക്കെ ആണോ? ഇതെന്നെ ഗുണമുള്ള അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഓൺ-ട്രൈ ചെയ്തിട്ടല്ലേ പിന്നെ നനയ്ക്കണേ? ഒന്ന് ഓൾറെഡി ചെയ്ത് നനയ്ക്കണമെന്ന് വെച്ചാൽ അതിനകത്ത് സ്ലറി ആയി കഴിയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഫൈനർ പാർട്ടിക്കിൾസ് ഉണ്ട്, കുറച്ചും കൂടെ എന്താ പറയുക, ഫൈനർ പാർട്ടിക്കിൾസ് താഴേക്ക് പോരാനുണ്ടെങ്കിൽ അങ്ങനെ പോരാൻ വേണ്ടിയിട്ടാണ് സ്ലറി ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതാണ് വെട്ടും ഡ്രൈയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ബാക്കി ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം സെയിം. ഇനി അതിനുശേഷം നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വെയിറ്റ് കിട്ടിയതിന് ശേഷം ചെയ്യാം. ഓക്കെ, ആ വെയിറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറയും. അതായത് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത പാർട്ടിക്കിളിൻ്റെ പെർസെൻറ്റേജ് ഫൈനർ, അതായത് അത്രയും പെർസെൻറ്റേജ് ഓഫ് പാർട്ടിക്കിൾ ഫൈനർ ദാൻ എ പർട്ടിക്കുലർ സൈസ്. ഒരു പർട്ടിക്കുലർ സൈസിനേക്കാളും ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട്. ദെൻ പിന്നെ നമ്മൾ കാണുന്നതാണ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ഓൺ പർട്ടിക്കുലർ സീവ്. ഓരോ സീവിലും വെയിറ്റ് റീറ്റെയിൻ ചെയ്ത സൈസിൻ്റെ പെർസെൻറ്റേജ്. പിന്നെ കാണും ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്, ദെൻ കാണും പെർസെൻറ്റേജ് ഫൈനർ. അപ്പം ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ ചെയ്യിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പം സെമി ലോഗ് ഗ്രാഫ്, ഓക്കെ, ആ പ്രോബ്ലം നിർബന്ധമായും ചെയ്യണം. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സെമി ലോഗ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് വാങ്ങിയിട്ട് വരണം. ഞാൻ കാണിച്ചു തരാം ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഗ്രാഫ്. എനിക്ക് ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, സ്കാൻ ചെയ്ത് ഇടിച്ചാണ്. ഇതാണ് സെമി ലോഗ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സ് ആക്സിസ്, ഓക്കെ, നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾക്ക് സ്റ്റോറിൽ എവിടെയെങ്കിലും അവൈലബിൾ ആണ്. അപ്പം സെമി ലോഗ് ഗ്രാഫ് എല്ലാവരും വാങ്ങിച്ചിട്ട് വരണം, എന്നാലാണ് എനിക്കിതുപോലെ സീവ് അനാലിസിസ് നടത്തിയ ഡേറ്റാസ് ആണ് ഈ തന്നിരിക്കുന്നത്. ആ ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കണം. ആ കർവിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിള് എങ്ങനെയുള്ള സാമ്പിൾ ആണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സെമി ലോഗ് ഗ്രാഫാണ്. ഓക്കെ, അപ്പം കടയിൽ പറഞ്ഞാൽ മതി സെമി ലോഗ് ഗ്രാഫ് വാങ്ങിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ പ്രോബ്ലം ചെയ്യിക്കാം. പ്രോബ്ലം ചെയ്യിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ലൈവായിട്ട് തന്നെ ചെയ്തു പോവാം. ദെൻ ഇനി സെഡിമെൻറ്റേഷൻ അനാലിസിസ് പറയാം. അതിനു മുന്നേ ഈ ഗ്രെയിൻ സൈസിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. ഇത് ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് തീർന്നു. ഇനി നമ്മൾ ഇതുപോലെ സെഡിമെൻറ്റേഷൻ അനാലിസിസ് നടത്തി നമ്മൾ കിട്ടുന്ന പെർസെൻറ്റേജ് ഫൈനർ, ഈ പറഞ്ഞ 3-4 വാല്യൂസ് ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു കർവ് വരയ്ക്കും. ആ കർവിനെയാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയാം. ഓരോ സൈസിലും എത്രത്തോളം സോയിൽ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സ് ആക്സിസിൽ പാർട്ടിക്കിൾ സൈസും വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനറുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഈ എക്സ് ആക്സിസിലെ സ്കെയിൽ എന്ന് പറയുന്നത് സെമി ലോഗ് സ്കെയിൽ എന്ന് പറയും. അതെന്ന് പറയാൻ കാരണം നമ്മൾക്കുള്ള സീവിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 75 മൈക്രോൺ തൊട്ട് 80 mm വരെയുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് കാണിക്കണം. അല്ലെങ്കിൽ 75 മൈക്രോൺ തൊട്ട് 4.75 mm വരെയും 4.75 തൊട്ട് 80 mm വരെയുള്ള. അപ്പം ഇങ്ങനെയുള്ള സൈസിനെ, വളരെ മൈന്യൂട്ട് സൈസുകളുണ്ട്, അതിനെ പോലും നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കർവാണ് അല്ലെങ്കിൽ ഗ്രാഫാണ് സെമി ലോഗ് ഗ്രാഫ്. ഇത്രയും വൈഡ് റേഞ്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സെമി ലോഗ് സ്കെയിൽ വേണം, അല്ലെങ്കിൽ ലോഗ് സ്കെയിൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ സെമി ലോഗ് ഗ്രാഫ് നമ്മൾ യൂഷ്വലി ഇങ്ങനെ ഗ്രെയിൻ സൈസ് അനാലിസിസിന് പ്രിഫർ ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ വരച്ചു കഴിയുമ്പം നമുക്ക് ഇതുപോലെ പല ഷേപ്പിലുള്ള കർവ് കിട്ടും. ഓക്കെ, കണ്ടോ, ഇതിനകത്ത് കുറേ കർവുകളുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ കർവ് കാണാമോ? നമ്മളിങ്ങനെ സീവ് അനാലിസിസ് നടത്തി നമ്മൾ റിസൾട്ട് ടാബുലേഷനൊക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഗ്രഡേഷൻ കർവുകളാണത്. ഓക്കെ,
ആ കർവിനെ നമ്മൾ ഇതുപോലെ പാർട്ടിക്കിൾ സൈസ് ഓരോന്നും വരച്ച് നമ്മൾ ഗ്രെയിൻ സൈസ് വെച്ച് കർവിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയാം. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ ഗ്രേഡിംഗ് ഓഫ് സോയിൽ എന്ന് പറയും. ഇതുപോലെ കർവ് വെച്ചിട്ടാണ് ഒരു സോയിൽ സാമ്പിളിലെ എന്താണ് ഡിഫറെൻറ്റ് സൈസുകളെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ഗ്രഡേഷൻ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഈ ഗ്രാഫിനെ പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ കുറേ കർവുകൾ കാണാം. കണ്ടോ, എ എന്ന് പറഞ്ഞൊരു കർവ് കാണിച്ചു തരാം. എ എന്ന് പറഞ്ഞൊരു കർവ് ചെയ്ത് അതിനെ ഗ്യാപ്പ് ഗ്രേഡഡ് എന്ന് പറയും. കണ്ടോ, അതിൻ്റെ ഷേപ്പ് നോക്കുക. ഈ ഷേപ്പ് ഗ്യാപ്പ് ഗ്രേഡഡ്, പുവർ ഗ്രേഡഡ്, വെൽ ഗ്രേഡഡ്, ഇതിൻ്റെ മൂന്നിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിരുന്നു ഒരു പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ 3 മാർക്കിന്. ഈ ലാസ്റ്റ് നടന്ന് സപ്ലിക്ക്. ഓക്കെ, അപ്പം ഇതാണ് കർവ് എ. കണ്ടോ, അതിൻ്റെ ഷേപ്പ് കണ്ടോ, അതിനെയാണ് ഗ്യാപ്പ് ഗ്രേഡഡ് എന്ന് പറയും. അതായത് അതിന് മീൻ ചെയ്യണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതോ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്തായി, ഒരു ഹൊറിസോണ്ടൽ റീജിയൻ ആയി. അതിനർത്ഥം ഏതോ ഒരു സെറ്റ് ഓഫ് സീവിൽ അല്ലെങ്കിൽ 1-2 സെറ്റ് ഓഫ് സീവ്സിൽ എന്താണ് ഒട്ടും പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ സീവ് ചെയ്ത് വന്നപ്പം ഏതോ ഇടയ്ക്കുള്ള 1-2 പോർഷൻ സീവിൽ എന്താണ് ഒട്ടും പോർഷൻ റീറ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഹൊറിസോണ്ടൽ കർവ് വന്നത്. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഏതോ സീവിലെ പാർട്ടിക്കിൾസ് മിസ്സിംഗ് ആണ്. അപ്പം അതുകൊണ്ട് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പൊസിഷനിലായിരിക്കും, ഷേപ്പിലായിരിക്കും വരിക. അതുകൊണ്ടാണ് അതിനെ ഗ്യാപ്പ് ഗ്രേഡഡ്, മിസ്സിംഗ് ആണ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സൈസുകൾ, അതുകൊണ്ട് അതിനെ ഗ്യാപ്പ് ഗ്രേഡഡ് എന്ന് പറഞ്ഞു. അടുത്തതാണ് കർവ് ബി. ഇതാണ് കർവ് ബി. ഇത് കണ്ടോ, ഓക്കെ, ഈ പോയിക്കണ കർവ്. ആ കർവിനെ നമ്മൾ എസ് കർവ് എന്ന് പറയും, അല്ലെങ്കിൽ വെൽ ഗ്രേഡഡ് എന്ന് പറയും. എല്ലാ സീവിലും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീവുകൾ ഏതും ആവട്ടെ, ആ സീവ് എല്ലാത്തിലും എന്താണ് നല്ല പ്രൊപ്പോർഷൻ, അതായത് നല്ലൊരു പോർഷൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സീവിലും ഒരു ഗുഡ് പ്രൊപ്പോർഷൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സോയിൽ സാമ്പിൾ ആണെങ്കിൽ അതിനെ നമ്മൾ വെൽ ഗ്രേഡഡ് എന്ന് പറയും. അതിൻ്റെ കർവാണ് ഈ വരച്ചേക്കണ എ എന്ന് പറയുന്ന കർവ്. ഇത് സോറി എ അല്ല, പി എന്ന് പറഞ്ഞ കർവ്, അതിനെ വെൽ ഗ്രേഡഡ് എന്ന് പറയും. അടുത്തതാണ് സി എന്ന് പറഞ്ഞ കർവ്. സി എന്ന് പറഞ്ഞ കർവ് നോക്കുക, ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റീപ്പ്, ഒരു കുത്തനെയുള്ള ഒരു ഇതാണ്, സ്റ്റീപ്പ് കർവാണ്. അതിനെ നമ്മൾ പുവർലി ഗ്രേഡഡ് എന്ന് പറയും ഈ സാധനം, അല്ലെങ്കിൽ യൂണിഫോം എന്ന് പറയും. അതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ സൈസിലുള്ള പാർട്ടിക്കിളായിരുന്നു, മിസ്സിംഗ് അല്ല. നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിൽ ഒരേ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിരുന്നു കൂടുതലും. അതാണ് ഈ സ്റ്റീപ്പ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പാർട്ടിക്കിൾ സൈസ് ആണല്ലോ എക്സ് ആക്സിൽ, ആ സൈസ് എല്ലാം ഒരേപോലത്തെ സൈസായിരുന്നു. അതാണ് യൂണിഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിനകത്ത് ഫൈൻ ഗ്രെയിൻ. കണ്ടോ, ഫൈൻ ഗ്രെയിൻ്റെ കർവ് കണ്ടോ മുകളിൽ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു സോയിൽ സാമ്പിൾ, ആ സോയിൽ സാമ്പിൾ വച്ചിട്ട് നമ്മൾ ഇപ്പം വെൽ ഗ്രേഡഡിൻ്റെ കർവ് ഇതാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു കർവിന് മുകളിലാണ് നമുക്കൊരു കർവ് പോർഷൻ കിട്ടണമെങ്കിൽ, ഇതിലൊന്നും ടച്ച് ചെയ്യാതെ മുകളിൽ ഒരു പ്രൊപ്പോർഷൻ ഓഫ് കർവ് ആണെങ്കിൽ അത് യൂഷ്വലി എന്താണ് ഫൈൻ ഗ്രെയിൻഡ് പാർട്ടിക്കിൾസിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ വെൽ ഗ്രേഡഡ് ഈ കർവിന് താഴെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കർവെങ്കിൽ അതിനെ നമ്മൾ കോഴ്സ് ഗ്രെയിൻഡിൻ്റെ കർവ് എന്ന് പറയും. അതാണ് ഇയും ഡിയും. ക്ലിയർ ആയോ? ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിരിക്കണം കേട്ടോ. ഇനി ഇതിനകത്ത് പറയാനുള്ള ഒരു 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. D60 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, D60. അതേപോലെ തന്നെ D30, ദെൻ D10.
D60, D10, D30 എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് സൈസാണ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസാണ്. ഓക്കെ, ഇഫക്റ്റീവ് സൈസ് അല്ല, പാർട്ടിക്കിൾ സൈസിനെയാണ് D10, D60, D30 എന്ന് പറയാം. അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് വെച്ചാൽ 60% ഫൈനർ, വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ ആണ്. 60% ഫൈനർ ആയിട്ടുള്ള 60 എന്നുള്ള ആ വാല്യൂവിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ കർവ് ഏതാണോ ആ കർവിൽ ടച്ച് ചെയ്യും. താഴേക്ക് വൈ ആക്സിസിൽ നമ്മൾ പാർട്ടിക്കിൾ സൈസ് നോക്കും. ആ സൈസാണ് D60. 60% നോക്കുക, അതിൽ നിന്ന് നമ്മുടെ കർവിലേക്ക് മീറ്റ് ചെയ്യുക. മീറ്റ് ചെയ്തിട്ട് താഴെ വൈ ആക്സിസ് എക്സ് ആക്സിസിൽ റീഡ് ചെയ്യുക ഏതാണ് പാർട്ടിക്കിൾ സൈസ് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ D60 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സിമിലർലി D30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30% ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾ. ഓക്കെ, 30% ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾ അതിൻ്റെ സൈസ്. അതുപോലെ തന്നെ D10 10% എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. എവിടെയാണോ നമ്മുടെ കർവിൽ മീറ്റ് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നതിന് താഴെ ഏതാണോ പാർട്ടിക്കിൾ സൈസ് കിട്ടുന്നത് ആ പാർട്ടിക്കിൾ സൈസ്, അതിനെയാണ് D10 എന്ന് പറയാം. ഈ 3 കാര്യങ്ങൾ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ലാസ്റ്റ് പറഞ്ഞു എനിക്ക് മനസ്സിലായി. D10 നമ്മൾ പെർസെൻറ്റേജ് ഇല്ലേ 60, 30, 10. ഇപ്പം D60 എന്ന് പറഞ്ഞാൽ 60%. ഈ പെർസെൻറ്റേജ് ഫൈനലിൽ 60% നോക്കും. ആ 60% നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു കർവ് ആയിരിക്കുമല്ലോ, ആ കർവിലേക്ക് നമ്മൾ ടച്ച് ചെയ്യും. ആ കർവിൽ ടച്ച് ചെയ്ത പോയിന്റിൽ നേരെ താഴേക്ക് എത്രയാണോ പാർട്ടിക്കിൾ സൈസ് എക്സ് ആക്സിസിൽ റീഡ് ചെയ്യുന്നത് ആ സൈസാണ് D60. D30 എന്ന് പറഞ്ഞാൽ 30% നേരെ നമ്മളൊരു ലൈൻ വരയ്ക്കും. നമ്മൾ ഗ്രഡേഷൻ ചെയ്ത കർവിൽ പോയിന്റിൽ ടച്ച് ചെയ്യും. ആ പോയിന്റിൽ നേരെ താഴേക്ക് എത്രയാണോ പാർട്ടിക്കിൾ സൈസ് കിട്ടുന്നതെന്ന് നോക്കും. ആ സൈസാണ് D30. അതേപോലെ തന്നെ 10% നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. നമ്മൾ വരച്ചിരിക്കുന്ന പാർട്ടിക്കിൾ സൈസ് കർവ് ഉണ്ട്, ആ കർവിൽ ടച്ച് ചെയ്യും. ദെൻ നേരെ താഴേക്ക് പാർട്ടിക്കിൾ സൈസ് എത്രയാണെന്ന് നോക്കും. അതിനെയാണ് D10 എന്ന് പറയാം. ഇങ്ങനെയാണ് D60, D30, D10 നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റുകളുണ്ട് അല്ലെങ്കിൽ വാല്യൂസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ഗ്രാഫ് വരച്ചു, അതിൽ നിന്ന് D60, D10, D30 ഈ 3 കാര്യങ്ങൾ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 2 കോൺസ്റ്റൻസ് കണ്ടുപിടിക്കും. ആദ്യത്തെയാണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് CU എന്ന് പറയും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D60 എത്ര സൈസാണോ കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ D10 ചെയ്യുന്നതാണ് CU. D60 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് സച്ച് ദാറ്റ് 60% ഓഫ് സോയിൽ ഈസ് ഫൈനർ ദാൻ ദിസ് സൈസ്. 60% കൂടുതലും എന്താണ് 60% ഫൈനേക്കാളും കൂടുതലുള്ള സോയിൽ സാമ്പിൾസ് ആയിരുന്നു എന്ന്. അതാണ് D60 കൊണ്ട് മീൻ ചെയ്യാം. D10 എന്ന് പറഞ്ഞാൽ 10% ഫൈനറിനേക്കാൾ കൂടുതലുള്ള പാർട്ടിക്കിൾസ് ആയിരുന്നു ആ സോയിൽ സാമ്പിളിൽ ഉണ്ടായിരുന്നു. അതാണ് D10 കൊണ്ട് മീൻ ചെയ്യാം. ഓക്കെ, CU എന്ന് പറഞ്ഞാൽ D60 ബൈ D10 ആണ് CU എന്ന് പറയുന്നത്. ഇതിൽ D10നെ നമ്മൾ സ്പെഷ്യലി പറയും ഇഫക്റ്റീവ് സൈസ്. ഇഫക്റ്റീവ് സൈസ് എന്നാണ് D10നെ നമ്മൾ യൂഷ്വലി പറയുന്നത്. ഇനി ഇതിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടിയ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് വാല്യൂ എന്താണോ അതിൻ്റെ ബേസിസിൽ നമുക്ക് സോയിലിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ CUൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ അത് സാൻഡ് ആയിരിക്കും. നമ്മൾക്ക് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ CUൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണെങ്കിൽ സാൻഡും ആണ് വെൽ ഗ്രേഡഡും ആയിരിക്കും. ദെൻ ഇനി CUൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ അത് ഗ്രാവൽ ആയിരിക്കും കൂടുതലായിട്ടുള്ളത്, ഗ്രാവൽ പോർഷൻസ് ആണ് കൂടുതലായിട്ടുള്ളത്, അതും വെൽ ഗ്രേഡഡ് ആയിരിക്കും. ദെൻ CUൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ആണെങ്കിൽ യൂണിഫോം സോയിൽ ആയിരിക്കും. ദെൻ ഈ 3 രീതിയിലാണ് CUൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുക. അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഗ്രഡേഷൻ. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CC is equal to D30 square by D60 into D10. അതിൻ്റെ വാല്യൂ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 1 and 3. ഗ്യാപ്പ് ഗ്രേഡിംഗ് ആണ്. നമുക്ക് ഗ്രേഡ് ചെയ്തപ്പോൾ ഗ്യാപ്പ് ഗ്രേഡഡ് കർവാണ് കിട്ടിയെങ്കിൽ നമുക്ക് CU ഒരിക്കലും
ആ കർവിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്യാപ്പാണ്. ഗ്യാപ്പ് എന്താണ്? മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് സി യുവിൻ്റെ വാല്യൂ നമുക്ക് ഒരിക്കലും ആ ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റില്ല. സി സിയുടെ വാല്യൂ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും റിക്വയർഡ് ടു ഡിഫക്റ്റ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന സി യുവിൻ്റെ വാല്യൂ ഡിഫക്റ്റും ആയിരിക്കും ഒരു ഗ്യാപ്പ് ഗ്രേഡിംഗ് ആണ് എങ്കിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗ്രെയിൻ സൈസിൽ നമ്മൾ ചെയ്യുക. ക്ലിയർ ആയോ? സിസിയുടെ ഫോർമുല എഴുതിയാണ് D30 ആണോ 50 ആണോ? D30 സ്ക്വയർ ബൈ D60 ഇൻറ്റു D10. D30 സ്ക്വയർ ബൈ D60 ഇൻറ്റു D10. ഓക്കെ, ഇത് ഓക്കെ ആണോ? അതിനെന്തെങ്കിലും വാല്യൂസ് ഉണ്ടോ? 1നും 3നും ഇടയിലാണ്. വെൽ ഗ്രേഡഡ് ആണെങ്കിൽ സി സിയുടെ വാല്യൂ ബിറ്റ്വീൻ 1 and 3. ഗ്യാപ്പ് ഗ്രേഡഡ് ആണെങ്കിൽ നമുക്ക് സി യുവിൻ്റെ ഗ്യാപ്പ് ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സോയിലാണ് നമ്മൾ സീവ് ചെയ്തപ്പോൾ കിട്ടിയെങ്കിൽ അതിന് സി യും കാണാൻ പറ്റില്ല, സി സിയും നമുക്ക് കാണാൻ പറ്റില്ല. സി യു കാണാനേ പറ്റില്ല, സി സി ഡിഫക്റ്റ് ആണ്. അതായത് നമുക്ക് നല്ല റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇനി മോഡുലസ് ആണോ പറയുന്നത്? മോഡുലസും ഇതും സെയിം ആണോ പറയുന്നത്? മോഡുലസ് അല്ല, ഇത് പോസിറ്റീവ് വാല്യൂസ് ആണ്. ഇതിനകത്ത് മോഡുലസ് ഇല്ല. നമ്മൾ നിങ്ങൾ താഴെ പ്രോബ്ലം ചെയ്യും, അതിന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് താഴെ ഇനി പ്രോബ്ലം ആണ്. ഞാൻ അതല്ല ചോദിച്ചത്, ഫൈനസ് മോഡുലസ് എന്ന് പറയുന്ന ഇതാണോ ഇതെന്ന് ചോദിച്ചതാണ്. ഫൈനസ് മോഡുലസ് അല്ല, പെർസെന്റേജ് ഫൈനർ ആണ് ചെയ്യണത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? 4.75 mm-നും 75 മൈക്രോണിനും ഇടയിലും അല്ലെങ്കിൽ 80 mm-നും 4.75 mm-നും ഇടയിലുള്ള സോയിലിനെ സീവ് ചെയ്യണ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് തരുന്ന സോയിൽ സാമ്പിള് 75 മൈക്രോണിൽ താഴെയാണ് എങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സെഡിമെന്റേഷൻ അനാലിസിസ്. ഓക്കെ, അത് ഞാനൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പം ഈ ഒരു പോർഷൻ അങ്ങ് തീരട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാമോ? ഇന്നിപ്പോൾ സെമിലോഗ്രാഫ് ഇല്ല, ഇതിൻ്റെ ടേബിൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ വിടാം. നാളെ സെമിലോഗ്രാഫ് കൊണ്ടുവരാം. നാളത്തെ ക്ലാസ്സിൽ സെമിലോഗ്രാഫ് വരയ്ക്കണം എങ്ങനെയാണെന്ന് ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നാളെ ക്ലാസ് ഉണ്ട്. നാളെന്ന് മനഃപൂർവ്വം തന്നെ പറഞ്ഞാണ്. നാളെ ആദില മിസ്സിൻ്റെ സ്ലോട്ട് ഞാനായിരിക്കും, നാളത്തെ സെക്കൻഡ് സ്ലോട്ട്. ബുധനാഴ്ചത്തെ എൻ്റെ സ്ലോട്ട് ആദില മിസ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലിടാം. ഞാനിപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നാളെ വരുമ്പോൾ എന്തായാലും സെമിലോഗ്രാഫ് കൊണ്ടുവരണം. എനിക്ക് ഇതിൻ്റെ ഗ്രാഫാണ് വരപ്പിക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? അതെ, ഡൗൺലോഡ് ചെയ്യാൻ വലിയ കിട്ടണതാണോ? കാരണം അടിമാലിലൊന്നും ഇത് കാണാൻ സാധ്യതയില്ല. ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. കഴിഞ്ഞാണ് അവർക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കൊടുത്തു എന്നാണ് തോന്നണേ. ഞാൻ നോക്കട്ടെ, കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം. അങ്ങനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരാൻ എനിക്ക് നല്ല, ഞാൻ പ്രിന്റ് എടുത്തോളാം. ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. അത് ഞാൻ ഉറപ്പ് പറയില്ല, ഞാൻ ഓർക്കല്ല. കഴിഞ്ഞാണ് അവരെ പഠിപ്പിച്ചത്. മനസ്സിലായി. നമുക്കിത് ബുക്ക് സ്റ്റോളിൽ അവൈലബിൾ ആണ്. യൂഷ്വലി എല്ലാ ബുക്ക് സ്റ്റോളിലും അവൈലബിൾ ആയിരിക്കും. ഞാൻ കാണിച്ചു, ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? വേഗം ഇതിൻ്റെ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഗ്രാഫ് വരയ്ക്കാനുള്ള എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. ഗ്രാഫ് ഞാൻ നാളെ വരപ്പിക്കാം. അതിനുള്ള സമയമുള്ളൂ ഇനി. ഞാൻ നോക്കട്ടെ കേട്ടോ. കഴിഞ്ഞാണ് അവർക്ക് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ക്വസ്റ്റ്യൻ എഴുതൂ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി കഴിയും പറയണേ. നെറ്റിൽ കിട്ടുമോ നോക്കട്ടെ. കഴിഞ്ഞാണ് അവർ മേടിക്കുകയോ ചെയ്ത്. നെറ്റിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ സ്കെയിൽ കാണണം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ സെമിലോഗ്രാഫ് ആയിരിക്കണം. അത് കണ്ടാൽ തിരിച്ചറിയണം എങ്ങനെയാ ഞാൻ പറയാം. അതിന്റെ മാർക്കിങ് എക്സ് ആക്സിസിൽ 1 to 1 ആയിരിക്കും. 1 2 3 4 5 6 7 8 9 കഴിഞ്ഞ് പിന്നെ 1 ആണ് കാണിക്കുക. അതിന്റെ ഇടയിൽ ആ 1 to 1 എന്ന് പറയുന്നത് 100 ഡിവിഷൻസ് ആണ്. അങ്ങനെയാണ് സെമിലോഗ്രാഫ്.
ഈ പ്രോബ്ലത്തിൽ ഇത് വരയ്ക്കണമല്ലോ അല്ലേ? ഈ പ്രോബ്ലത്തിൽ ഗ്രാഫ് വരയ്ക്കാനാണ് ഇതേ താഴെ ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. അല്ല അപ്പൊ അത് ദേ ഇത് ഞാൻ സ്കാൻ ചെയ്തിട്ടതാണ്. വരയ്ക്കാം. ഇന്ന് വരയ്ക്കണ്ട അപ്പൊ? ഞാൻ ഒരെണ്ണം ഞാനിപ്പോ മറ്റേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇട്ടോളൂ. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇട്ടോളൂ. ഞാനുള്ള ഗ്രൂപ്പിലാണ് ഇട്ടത്. അങ്ങനെയാണ് ഞാൻ പറയാം അത് നല്ലതാണോന്ന്. ആ ഗ്രൂപ്പിൽ മിസ്. ഓക്കെ അതിലിടുക. കാരണം ഞാൻ പറയാം വെച്ചാൽ ആക്യുറേറ്റ് ആണോ എന്നുള്ളത് ഞാൻ പറയാം. ഗ്രാഫ് സാധാരണ ഈ ഒരു സൈസിലാണ് കാണുന്നത്. എനിക്ക് ഇങ്ങനെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടി സ്കാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് 2 എണ്ണം. പിള്ളേർ ആക്ച്വലി വരച്ചത് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതുക. ബാക്കി ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ നാളെ. അപ്പോൾ ഇത് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. മിസ്സുള്ള ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടു. ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. 10, 20 അതിനകത്ത് മാർക്കിംഗ് 10, 20, 30, 40 അങ്ങനെ പോയിക്കണമെന്നുള്ളൂ. കുഴപ്പമില്ല. ഇതായാലും മതി. കുറച്ചുകൂടെ എണ്ണി എടുക്കാം നിങ്ങൾക്ക്. നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. കറക്റ്റായിട്ട് എണ്ണാൻ പറ്റും. ഓക്കെ ക്വസ്റ്റ്യൻ എഴുതി വേഗം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടേബിൾ കംപ്ലീറ്റ് ആക്കാം. 300 gram എന്നാണോ അത് 800 gram? 300 ഗ്രാം. മൊത്തം തന്ന സോയിൽ 300 ഗ്രാം ആയിരുന്നു. ഈ ഗ്രാഫ് പ്രിന്റ് എടുത്തോട്ടോ, കുഴപ്പമില്ല. മേടിക്കാൻ കിട്ടുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ചോ വെച്ചോളൂ കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുമ്പം 1, 2 2, 3 അഡീഷണൽ വാങ്ങിച്ചു വയ്ക്കുക. ഈ മൊഡ്യൂളിൽ തന്നെ ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് സെമി ലോഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു സാധാ ഗ്രാഫും ഒരു 3, 4 ഒക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചോളാം. ഈ മൊഡ്യൂൾ അടുത്തില്ലാത്ത 4th മൊഡ്യൂളിലും 5th മൊഡ്യൂളിലും ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. സാധാ ഗ്രാഫ് എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് ഗ്രാഫൊക്കെ തന്നോളും. നിങ്ങൾ ഗ്രാഫൊന്നും കൊണ്ടുവരണ്ട. ക്വസ്റ്റ്യൻ എഴുതിയോ? ഇത് സൈഡിൽ എഴുതിയേക്കണ പണ്ടത്തെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2000 പഴയ സ്കീമാണ് കേട്ടോ. 2015 സ്കീമിൽ ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ അത്. ക്വസ്റ്റ്യൻ എഴുതിയോ? കഴിഞ്ഞില്ല മിസ്. ഇത് ലാബിൽ ചെയ്യാനുണ്ടോ മിസ്സേ? ലാബ് ചെയ്യാനുണ്ട് അടുത്ത സെമിസ്റ്ററിൽ. അടുത്ത സെമ്മിൽ ലാബിൽ ചെയ്യാനുണ്ട് കേട്ടോ ഈ എക്സ്പെരിമെൻറ്റ്. നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം ഓരോ സിവിയിലും എത്രത്തോളം റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് എത്ര വെയിറ്റ് ആണ് റീറ്റെയിൻ ചെയ്തത്, ആ വെയിറ്റ് കിട്ടുന്നതാണ് നമ്മൾ ഈ താഴെ എഴുതിയേക്കണം. ഓക്കെ, ഏത് സിവിയിലാണെന്ന്. എന്നിട്ടാണ് നമ്മൾ ഈ കർവ് വരയ്ക്കുന്നത് ടാബുലേഷൻ ചെയ്തിട്ട്. മിസ് ഇപ്പൊ ഇതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സീവ് മാറിയിട്ടില്ലേ ഒരെണ്ണം? അതായത് 7.75 മൈക്രോൺ, 150 മൈക്രോൺ,
212 മൈക്രോൺ, 425 മൈക്രോൺ, 600 മൈക്രോൺ. 212 പകരം 300. അതായത് നമുക്ക് ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള സീവില്ലേ, നമുക്ക് 212 ഉണ്ട് 300 ഉണ്ട്. നമുക്കത് അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യാം. ഇപ്പൊ 212 നമുക്കിപ്പോ ചെയ്തേക്കണ ഗിവൺ സാമ്പിളിൽ 300 മൈക്രോൺ ആണ്. അതങ്ങനെ അതുകൊണ്ട് തന്നേക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ലാബിൽ വരുമ്പം 212 ഉണ്ട് 300 ഉണ്ട്, രണ്ടും ഉണ്ട്. സെറ്റ് ഓഫ് സീവിനകത്ത് നേരത്തെ പറഞ്ഞതിനകത്ത് 212 മാത്രം ഉണ്ടായുള്ളൂ. 300 മൈക്രോൺ 300 പറഞ്ഞില്ല. ഓക്കെ, അത് ജനറലി നമുക്ക് 212 ആണ് മെയിൻലി ഉള്ളത്. 300 മൈക്രോൺ കുറവാണ്. അതാണ് നമ്മളല്ല ചോദിച്ചത്. നമ്മൾ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന ഡിസ്കഷനിൽ നേരത്തെ പറഞ്ഞത് 212 ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് പറയുന്നതിനകത്ത് 212 ആ കൂടുതലും ഞാൻ ടെക്സ്റ്റിലൊക്കെ കണ്ടാണ്. 300 മൈക്രോൺ നമ്മൾ ലാബിൽ യൂസ് ചെയ്യാറുമുണ്ട്, രണ്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ല ഞാനതല്ല ഡിഫറൻസ് മനസ്സിലായി. വരുമ്പോ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ എന്ന് അറിയാൻ ഇല്ല വേണ്ടിയാണ്. ഇല്ല ഇല്ല, കംപ്ലൈൻസ് ഒന്നുമില്ല. നമ്മൾക്ക് കിട്ടുന്ന സീവിനകത്ത് നമ്മളുള്ള യൂസ് ചെയ്ത സീവും അതിലെ പെർസെൻറ്റേജും ആണല്ലോ കിട്ടണേ. അപ്പം അതിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ കയറും വരിക. അല്ലാതെ സീവ് മിസ്സായി പോയതിന് പ്രശ്നം വരില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് സീവ്സ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക. മിസ് അത് പറഞ്ഞു എനിക്ക് മനസ്സിലായി. നേരത്തെ നമ്മള് ഇതിന്റെ സീവ് അനാലിസിന്റെ ഒരു ഇത് എഴുതിയിട്ട് അത് മനസ്സിലായി. അപ്പൊ അതിനകത്ത് നമ്മൾ സീവ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കണ്ടീഷനിലുള്ള ചെയ്യുന്നത്. 212 കൊടുത്തതിന് പകരം 300 എഴുതിയാലും നമുക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നം വരാനില്ലല്ലോ. വരില്ല. ഇല്ല ഇല്ല, പ്രശ്നമൊന്നും വരില്ല. അതറിഞ്ഞു. താഴ്ത്തി വരാനെടുത്ത് അറിയാതെ മുകളിൽ കയറ്റി വെച്ചാൽ മൊത്തത്തിൽ പൊളിയൂലേ കേസ്? ഓർഡർ മാറരുത്. ഓർഡർ മാറില്ല, കാരണം ആ സീവ് അറേഞ്ച് ചെയ്യുന്ന അങ്ങനെ അത് ഇരിക്കുള്ളൂ. നമ്മളിപ്പം തിരിച്ചു വെക്കരുത്. 425 താഴെ വെച്ചിട്ട് 300 മുകളിൽ വെക്കരുത്. വലിയ സൈസിൽ നിന്നല്ലേ ഇറങ്ങി ഇറങ്ങി താഴേക്ക് വരുള്ളൂ. അല്ലാതെ ചെറിയ സൈസ് ആദ്യമേ മുകളിൽ കൊണ്ടുവച്ചാൽ നടക്കൂലല്ലോ. ലോജിക്കൽ തിങ്കിങ് അല്ലേ. നമുക്ക് വീഡിയോ ഇട്ട് തരാം. ഇതിന്റെ ഒരു 2-3 വീഡിയോസ് കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഗിവൺ സാമ്പിൾ സീവ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു 300 ഗ്രാം സോയിൽ തന്നു. ആ സോയിൽ നമ്മൾ സീവ് അനാലിസിസ് ചെയ്തിട്ട് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്തിട്ട്, അതായത് ഓരോ സീവിലും നിലനിൽക്കുന്ന സാമ്പിളിന്റെ വെയിറ്റ് ആണ് ഈ ടേബിളിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കണം. 4.75 19.5 ആണ്, 4 ആണ്. അതിൻ്റെ വാല്യൂസും മാറിപ്പോകരുത്, എടുത്തെഴുതുമ്പോഴും മാറരുത് കേട്ടോ. 2.4 24.96, 1.2 mm 29.37, 600 മൈക്രോണിൽ 36.88, 425 മൈക്രോൺ 45.74, 300 മൈക്രോൺ 47.99, 150 മൈക്രോൺ 37.74, 75 മൈക്രോൺ 57.92. ഇങ്ങനെയായിരുന്നു റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തം ആഡ് ചെയ്ത് നോക്കിയാൽ ഏകദേശം 300 അടുത്ത് തന്നെ കിട്ടും. ദെൻ മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻³ മില്ലിമീറ്റർ ആണ്. ഓക്കെ, മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻³ മില്ലിമീറ്റർ ആണ്. നമുക്ക് സീവ് സൈസ് തരുമ്പം മൈക്രോണിലുള്ളതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതിയതിന് ശേഷം മാത്രമാണ് ഈ താഴെ തരുന്ന ടേബിള് നമ്മൾ വരയ്ക്കാവുള്ളൂ. അപ്പം നിങ്ങൾ താഴെ ആൻസറിന് എഴുതുക ടോട്ടൽ മാസ് 300, എന്നിട്ട് ഈ കാണുന്ന പോലെ കോളം വരയ്ക്കാം. ഫസ്റ്റ് കോളം സീവ് സൈസ് ആണ്, സെക്കൻഡ് കോളം നമുക്ക് തന്നിരിക്കുന്ന മാസ് റീറ്റെയിൻഡ് ഓൺ ഈച്ച് സീവ്, അതേപോലെ എടുത്തെഴുതാം. ദെൻ അതിൽ സീവ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, മൈക്രോണിനുള്ളതിനെ മില്ലിമീറ്ററിലേക്ക് ആക്കിയിട്ട് വേണം എഴുതാൻ. അതിന് വേണ്ടിയിട്ടാണ് 1 മൈക്രോൺ എന്ന് പറഞ്ഞ 10⁻³ എന്ന് പറഞ്ഞത്. മില്ലിമീറ്ററിലാക്കിയാലാണ് നമുക്ക് സെമി ലോ ഗ്രാഫിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പം ആദ്യത്തെ ഈ 2 കോളം MM-ലേക്കും ആക്കി മാസ് തന്നിരിക്കുന്ന മാസ് അതുപോലെ എടുത്തെഴുതാം. അത് ഗ്രാമിൽ തന്നെ എഴുതാം. ഇതുപോലെ 5 കോളം വരയ്ക്കുക. ആദ്യത്തെ 2 കോളം തന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതാം. മൈക്രോണിന് തന്നിരിക്കുന്ന സീവ് സൈസിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതാം. എഴുതി കഴിയുമ്പോൾ പറയണേ.
മിസ് ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറയുന്നത് 100 മൈനസ് ആണ്. 100 minus cumulative percentage of mass retained. 100 minus cumulative percentage of mass retained. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടല്ലോ ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ടാണ് പെർസെൻറ്റേജ് ഫൈനർ. വരച്ചോ? എഴുതിയോ? കഴിഞ്ഞില്ല. ഓക്കെ. ഇത് ഫുൾ എഴുതണം, കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ആദ്യത്തെ 2 കോളം മാത്രം ചെയ്യും. ഇത് കാൽക്കുലേറ്റ് ചെയ്യണ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഈ ആ. 2 കോളം മാത്രം സീവും മാസ് റീറ്റേണും അതല്ലാതെ എഴുതി വെക്കല്ലേ. ബാക്കി ഞാൻ കാൽക്കുലേഷൻ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യണമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞു. ആ ഞാൻ അത് രണ്ടുമല്ലേ എഴുതാൻ പറഞ്ഞോളൂ, വേറെ ആരും ഒന്നും എഴുതല്ലേ. മിസ് ഒരു കാര്യം ചെയ്യോ, ഇത് മാറ്റി വെച്ചിട്ട് വൈറ്റ് ബോർഡ് പോലെ എടുത്തിട്ടൊന്ന് എഴുതി ചെയ്യോ? ആ വൈറ്റ് ബോർഡ് പോലെ എടുത്ത് ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇതുപോലെ ടേബിൾ ആക്കി ചെയ്യാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. ഇനി അടുത്ത 3 കോളം എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ വൈറ്റ് ബോർഡിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇപ്പം എവിടെ എന്തായിരുന്നു എഴുതിയേ? സീവ് സൈസ് എഴുതി ഇല്ലേ? അടുത്ത കോളത്തിൽ നമ്മൾ എഴുതി മാസ് റീറ്റെയിൻഡ് എഴുതി. മൂന്നാമത്തെ കോളം എന്തായിരുന്നു? വെയിറ്റ് റീറ്റെയിൻഡ് ഓൺ ഈച്ച് സീവ്, അങ്ങനെയല്ലായിരുന്നു എഴുതിയേ? അതെ, പെർസെൻറ്റേജ് പെർസെൻറ്റേജ് മാസ് റീറ്റെയിൻഡ്. ഓക്കെ, പെർസെൻറ്റേജ് മാസ് റീറ്റെയിൻഡ് ഓൺ ഈച്ച് സീവ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മാസ് റീറ്റെയിൻഡ്. അടുത്ത കോളം എന്തായിരുന്നു? ക്യുമുലേറ്റീവ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്, ലാസ്റ്റ് പെർസെൻറ്റേജ് ഫൈനർ. ഇത്ര ആയിരുന്നു നമ്മുടെ കോളം. ഓക്കെ, ഇവിടെ സീവ് ആദ്യത്തെ 4.75 mm ആയിരുന്നു. സൈസ് മാസ് എത്രയായിരുന്നു? 19.4 ആയിരുന്നു. നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് മാസ് റീറ്റെയിൻഡ് ആണ്. എത്ര പെർസെൻറ്റേജ് ഈ 4.75 mm റീറ്റെയിൻ ചെയ്തു, അതാണ് വേണ്ടത്. അതെങ്ങനെ കാണാം? 19.4 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 100 അല്ലേ? ഈ സീവിൽ റീറ്റെയിൻ ചെയ്ത് ടോട്ടൽ സോയിൽ സാമ്പിളിൽ നിന്ന് ഇതിൽ റീറ്റെയിൻ ചെയ്തതിന്റെ പെർസെൻറ്റേജ്. എത്ര വരും? 6.47. അതുപോലെ താഴേക്ക് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? 2 ഡിജിറ്റ് വേണോ 3 ഡിജിറ്റ് വേണോ? 2 ഡെസിമൽ പ്ലേസ് എഴുതിക്കോ. റൗണ്ട് തേർഡ് ഡെസിമൽ പ്ലേസ് റൗണ്ട് ഓഫ് ചെയ്യാമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിക്കോ.
അടുത്തത് എത്ര കിട്ടിയേ? കിട്ടുന്നുണ്ടോ ഈ വാല്യൂസ്? 6.47, 8.32, 9.79, then 12.29 വരും, then 15.24, then 15.99, 12.58, 19.31. ഫസ്റ്റിലത്തെ 6.42 ആയിരുന്നു 46 ആയിരുന്നു. 4.6 അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 4.7 ഇതെങ്കിൽ അങ്ങനെ 4.6, 6.46, then 8.32, then 9.79, then 12.29, then 15.24, then 15.99, then 12.58, last 19.31. എഴുതണോ വാല്യൂസ്? 9.79, 12.29, 15.24, 15.99, 12.58, 19.31. ഇത്രയാണ് വാല്യൂസ് കിട്ടുക. കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇനി അടുത്ത കോളം എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് മാസ് റീറ്റെയിൻ. ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് മാസ് റീറ്റെയിൻഡ് ആണ്. ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സീവ് എടുത്താൽ ആ സീവും അതിന് തൊട്ട് മുകളിൽ എത്ര സീവ് ഉണ്ടോ ആ സീവുകളിലെല്ലാം റീറ്റെയിൻ ചെയ്തിരിക്കുന്ന വെയിറ്റിൻ്റെ പെർസെൻറ്റേജിൻ്റെ സം. ഏത് സീവാണോ എടുക്കുന്നത് ആ സീവിൻ്റെ തൊട്ട് മുകളിൽ ആ സീവും അതിന് മുകളിലേക്ക് എത്ര സീവ് ഉണ്ടോ അതിനകത്തെല്ലാം റീറ്റെയിൻ ചെയ്തേക്കണ പെർസെൻറ്റേജിൻ്റെ സമ്മാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്. അപ്പൊ ആദ്യത്തെ സീവ് എടുത്തു, ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതാം. അപ്പം 4.75 mm എടുക്കുമ്പം അതാണ് ആദ്യത്തെ സീവ്. അതിന് മുകളിലേക്ക് വേറെ സീവ് ഒന്നുമില്ല. അതിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6.46 തന്നെയാണ്. അപ്പം അത് തന്നെ അവിടെ എഴുതും. രണ്ടാമത്തെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 2.4 mm വരുമ്പോൾ എങ്ങനെ എഴുതണം? ഈ 6.46 തൊട്ട് 8.32 ആണ് അതിലുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിൽ 4.75 ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ 6.46 പ്ലസ് 8.32 അത് ആഡ് ചെയ്ത് വേണം രണ്ടാമത്തെ വാല്യൂ എഴുതാൻ. 14.78 വരും. ഇനി എന്താണ് മൂന്നാമത്തെ? എങ്ങനെ എഴുതണം? ഈ 14.78 ആണ് അതുവരെ ഉള്ളത്. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ഈ 9.79 കൂടെ ആഡ് ചെയ്തിട്ട് എഴുതണം 24.57. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായി. 0.1 2 ആണ്. 68 കഴിഞ്ഞാൽ 12, 80.67, ലാസ്റ്റ് വൺ വരുന്നത് 99.98. 14.78, 24.57, 36.86, 52.1, 52.1. കിട്ടിയോ? ഓക്കെ മിസ്. ഓക്കെ. ഇത് മീൻ ചെയ്യണത് എന്താന്ന് വെച്ചാൽ
നമ്മളൊരു സോയിൽ സാമ്പിൾ 300 ഗ്രാം എടുത്തു. അത് നമ്മൾ സീവ് അനാലിസിസ് ചെയ്തപ്പം നമുക്ക് ഒരു രീതിയിലുള്ള ലോസും ഉണ്ടായിട്ടില്ല. നമ്മൾ എടുത്ത 100% നമുക്ക് എല്ലാ സീവിലും റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് ഈ ക്യുമുലേറ്റീവ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഫൈനർ ആണ്. അത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ N ആണെന്ന് പറഞ്ഞു. ദെൻ ഇത് കാണാൻ എങ്ങനെയാണ്? 100 മൈനസ് ഈ കിട്ടിയ വാല്യൂ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്. അപ്പം 100 മൈനസ് 6.46. അങ്ങനെ ഓരോന്നും 100ൽ നിന്ന് മുറിച്ച് തരണം. 100 മൈനസ് 14.78, 100 മൈനസ് 24.57. ആ വാല്യൂസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ആ കോളത്തിൽ എന്താണ് അതിനകത്ത് വരുന്നത്? മാസം. പെർസെൻറ്റേജ് ഫൈനർ ലാസ്റ്റ് കോളം കാണിച്ചു തരാം. ഇത് 100 ഈ കിട്ടിയ 6.100ൽ നിന്ന് ഈ കിട്ടിയ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓരോന്നും കൊറസ്പോണ്ടിങ് കോളത്തിൽ നിന്ന് മൈനസ് ചെയ്ത് എഴുതണം. ലാസ്റ്റ് 100 എഴുതിയാ പോരെ? അത് ചെറിയൊരു ഇതല്ലേ. ഏത് ലാസ്റ്റ് ഇതാ? ആ പോയിന്റ് ഇതോ? നോട്ട് ആ പോയിന്റ് അല്ല, നോട്ട് അതെന്താ 100 100 വരില്ലല്ലോ. ചെറിയ വ്യത്യാസം വരുന്നതിന്റെ കാരണം എന്താ? അതെ, റൗണ്ടിങ്ങിലും ആയതുകൊണ്ട് വെച്ചാൽ എനിക്ക് 100.99 വന്നത്. 99.99 എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത് എഴുതരുത്, അങ്ങനെ തന്നെ എഴുതുക. നമുക്ക് കിട്ടുന്ന ഈ പെർസെൻറ്റേജ് ഫൈനർ ആണ് നമുക്ക് ആ സെമിലോഗ്രാഫിൽ വരയ്ക്കാനുള്ളത്. ഈ പാർട്ടിക്കിൾ സൈസും. ഓക്കെ, പാർട്ടിക്കിൾ സൈസ് ആണ് മെയിൻലി നമ്മൾ ഇത്രയും സൈസ്, ചെറിയ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെമിലോഗ്രാഫ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എടുത്ത സാമ്പിൾ അത്രയും ഒരു ഇതുപോലും വ്യത്യാസം ഇല്ലാതെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സാമ്പിളും നമുക്ക് എടുത്ത സാമ്പിൾ ഫുൾ എല്ലാത്തിലും റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നാണ് മീനിങ്. അതല്ലാതെ വേറെ മിസ്റ്റേക്ക് അല്ല. നമുക്ക് കിട്ടുന്നത് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാൻ നോക്കണ്ട. അപ് ടു 2 ഡെസിമൽ പ്ലേസ് വരെ മാക്സിമം റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുക. 99.999 എന്നാ കിട്ടുന്നതെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ 100 കിട്ടിയ 100 എഴുതാം. അതന്നെ നമ്മൾ ആദ്യമൊക്കെ ചെയ്തപ്പോ 6.46 ഉണ്ടായിരുന്നു. 2 6 ആകുമ്പോ 7 എഴുതാറുണ്ടല്ലോ. റൗണ്ട് ഓഫ് ചെയ്ത് അതിന്റെ വേരിയേഷൻ, അത് ചെയ്യാതെ കുഴപ്പമില്ല. എഴുതിക്കൊണ്ട് നിങ്ങൾ എപ്പോഴും മൂന്നാമത്തെ പ്ലേസ് റൗണ്ട് ഓഫ് ചെയ്യുക. അത് അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പം നമ്മൾ വരയ്ക്കാൻ പോണത് ഈ പെർസെൻറ്റേജ് ഫൈനറും ലാസ്റ്റ് കോളവും ഫസ്റ്റ് കോളവും തമ്മിലാണ്. ഓക്കെ, അപ്പൊ നാളെ ഗ്രാഫ് കൊണ്ടുവരാം. ഇതെല്ലാ വാല്യൂസും കിട്ടിയോ എല്ലാവർക്കും? ഇതുവരെ ടേബിൾ കംപ്ലീറ്റ് ആയോ? ടേബിൾ ഓക്കെ. ഇനി ഞാൻ കാണിച്ചു തരാം. ഗ്രാഫ് നാളെ കൊണ്ടുവരാം. ഓരോ പോയിന്റും എങ്ങനെ എടുത്ത് വരയ്ക്കുന്നതെന്നുള്ളത് നാളെ ഞാൻ കാണിച്ചു തരാം. ഗ്രാഫ് ഇതാണ്. ഓക്കെ, ഇതാണ് സെമി ലോഗ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ കാണിച്ചിരിക്കുന്നതാണ് ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡിവിഷൻസ് മാർക്ക് ചെയ്തിട്ടില്ലേ, അത് എപ്പോഴും മുകളിൽ വരാൻ പാകത്തിന് ഗ്രാഫിനെ വച്ചിട്ട് വരയ്ക്കുക. ഇല്ലെങ്കിൽ നമുക്ക് താഴേന്ന് എണ്ണി എടുക്കാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ മുകളിൽ നിന്ന് എണ്ണിയിട്ട് താഴേക്ക് നോക്കുക, അതായിരിക്കും എളുപ്പം. താഴെ വരച്ചു കഴിഞ്ഞാൽ താഴെ നമ്മൾ സ്കെയിലും കൂടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ വന്ന് വച്ചിട്ട് വരയ്ക്കാനാണെങ്കിൽ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി നേരെ തിരിച്ച് വെച്ച് വരച്ചു എന്ന് വെച്ച് മിസ്റ്റേക്ക് അല്ല. നിങ്ങൾ നമുക്ക് എണ്ണാൻ എളുപ്പമാണ്. വളരെ മൈന്യൂട്ട് ഡിവിഷൻസ് ആണ്. അപ്പോൾ ഗ്രാഫ് കൊണ്ടുവരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഗ്രാഫ് വരപ്പിക്കാം. അപ്പോൾ എല്ലാവരുടെയെങ്കിലും ഗ്രാഫ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ